ഇസ്ലാമിക ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സൽപാന്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി 1,24,000 അംബിയ മുർസലീങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, അംബിയാക്കളുമുണ്ട്, അതിൽ റസൂലുമുണ്ട്. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതാണ് റസൂലും നബിയും രണ്ടും രണ്ടാണ്. എന്താണ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലും നബിയും രണ്ടായിട്ട് അയക്കാനുള്ള കാരണം എന്താണ്? റസൂൽ വമർ റസൂൽ വമൻ നബി. എന്താണ് നബി എന്ന് പറഞ്ഞാൽ, എന്താണ് റസൂൽ എന്ന് പറഞ്ഞാൽ? വളരെ ചെറിയ രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചതായ ഒരു ആശയം ഉസ്താദുമാരെ നമുക്ക് പറഞ്ഞു തന്ന അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി എന്ന വാക്യം വെച്ചുകൊണ്ടാണെങ്കിൽ, നബി എന്നാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി. മറ്റുള്ളവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യലോ അവർക്കത് തബ്ലീഗ് ചെയ്ത് എത്തിച്ചു കൊടുക്കലോ നിർബന്ധമില്ലാത്ത വിഭാഗം, അതിനാണ് നബി എന്ന് പറയുക. അംബിയാക്കൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം ഈ വിഷയം. റസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തണം, അവരെ ദീനിന്റെ വഴികളിലേക്ക് കൊണ്ടെത്തിക്കണം. അവർക്ക് ഈ ഇസ്ലാമികമാകുന്ന ആദർശം അവർക്ക് എത്തിച്ചു കൊടുക്കണം, തബ്ലീഗ് ചെയ്യണം. ജനങ്ങളെ അതിലേക്ക് രാപകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ക്ഷണിക്കണം. അത് അവരുടെ മേൽ നിർബന്ധമാണ്. നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ആദർശം സ്വജീവിതത്തിൽ കൊണ്ടുവന്നവർ കാഴ്ചവെച്ചാൽ മതി, ആരെയും അതിലേക്ക് ക്ഷണിക്കൽ അവരുടെ മേൽ നിർബന്ധമല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൗത്യം കൂടുകയാണ്. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയുമാണ് റസൂലുമാണ്. അങ്ങനെ പല പ്രവാചകന്മാരുമുണ്ട്. ഞാൻ അത് പറയല്ല, മറിച്ച് 1,24,000 അമ്പിയാക്കളിൽ 313 പേരെ പ്രത്യേകമായ പദവി കൊടുത്തുകൊണ്ട് റസൂൽ എന്ന പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. അവരുടെ ലക്ഷ്യം എന്താണ്? ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് ചെയ്യുക. അപ്പൊ ചിലർക്ക് ചിലരേക്കാൾ പദവി അല്ലാഹു കൊടുത്തു. അല്ലാഹു കൊടുത്ത പദവിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു ശ്രേഷ്ഠതയാണ്. ഏതുമായിക്കോട്ടെ, ഈ 1,24,000 അമ്പിയാക്കൾ, അതിൽ 313 റസൂലുകളും അടക്കം ഈ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഒന്നാണ്. അല്ലാഹു ആരാണ്, അവൻ എന്താണ് എന്നുള്ളത് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. ഏകദൈവ വിശ്വാസം ജനങ്ങളിലേക്ക് ഉറപ്പിക്കുകയാണ്. അതാണ് ആദ്യമായി മർമ്മപ്രധാനം. ഈമാൻ രൂഢമൂലമാക്കുകയാണ്. അതിനുവേണ്ടി അവർ ത്യാഗം സഹിച്ചു, ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് അലൈഹിസ്സലാം കഷ്ടപ്പാടുകൾ സഹിച്ച വ്യക്തിയാണ്, ത്യാഗം സഹിച്ച വ്യക്തിയാണ്. 950 വർഷം നിരന്തരമായി രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയാണ്, ദഅവത്ത് ചെയ്ത വ്യക്തിയാണ് സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. സയ്യിദുന നൂഹ്, ചാപ്പാടെ പേര് കേട്ട പോലെ ഉണ്ടായിരിക്കണ്ട. നമുക്ക് ഏറ്റവും ബേസിക്കായി വേണ്ടത് തഅലീമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനവും അതാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. എന്താണ് സുന്നത്ത് ജമാഅത്ത്? സുന്നത്ത് ജമാഅത്ത് ഇത്രയേ ഉള്ളൂ, 2 വാക്കിൽ ഉൾക്കൊള്ളൂ. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിക്കാൻ പറഞ്ഞ വസ്തുക്കളെ പരിപൂർണമായി നിന്ദിക്കുക. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം. അതാണ്. അല്ലാഹു അത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മടിക്കണ്ട. ഉറക്കെ പറഞ്ഞോ, സയ്യിദുന നൂഹ്. ഒരു പ്രവാചകർക്കെതിരെയിൽ നമ്മൾ ആരെയും വേർതിരിക്കണ്ട, ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ്, അല്ലേ? ആമന റസൂലു, എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ആമന റസൂലും സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും നാസും ഓതി കൈവെള്ളയിലൂതി തല മുതൽ പാദങ്കാല് വരെ തടണമെന്നാണ് പ്രവാചക അധ്യാപനം. ചെയ്യുന്നുണ്ടോ എന്നു മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്, വലിയ കാവലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആമന റസൂലിൽ അടങ്ങിയിരിക്കുന്നത്? എന്താണ് നമ്മളൊക്കെ സമ്മതിച്ചിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله ഒരു പ്രവാചകർക്കുമിടയിൽ വേർതിരിവില്ല. ഒരു പ്രവാചകനുമിടയിൽ വേർതിരിക്കാൻ പാടില്ല. നമ്മൾ അടിസ്ഥാനമായി പറയുന്നതാണ്, എപ്പോഴും ഓതുന്ന സൂക്തമാണ്, എപ്പോഴും ഓതുന്ന ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്ത് അല്ലേ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി. അതുകൊണ്ട് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ മുത്തുനബിയുടെ പേര് മാത്രമേ നമ്മൾ താലീം ചെയ്യും, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗീയത നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഖുർആൻ ഓതി വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരു വിവേചനവും പാടില്ല, വേർതിരിവ് പാടില്ല. ഉറക്കെ പറയണം സയ്യിദുനാ നൂഹ്, നമ്മൾ മാതൃകയാകണം മറ്റുള്ളവർക്ക്. സയ്യിദുനാ ഈസാ, സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെ മടിക്കണ്ട, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. തഅലീമു മാ അല്ലമഹുല്ലാ, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക. വതഹ്ഖീറു മാ ഹഖറഹുല്ലാ, അല്ലാഹു നിന്ദിച്ച വസ്തുക്കളെ നമ്മൾ നിന്ദിക്കുക. ഇബ്ലീസ് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറയണം എന്ത്, ലഅനത്തുല്ലാഹി അലൈഹി. അത് പറയാൻ നിന്റെ നാവ് പൊന്തുന്നില്ലേ, നീ മനസ്സിലായിക്കോ, നിന്നെ അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു കാക്കട്ടെ. ഉറക്കെ പറഞ്ഞോണം ഇബ്ലീസ്, അത് പറയണം, നാവങ്ങനെ പൊന്തണം, അപ്പോഴേ ചെല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരണം നമുക്ക്, അതാണ് ബേസിക്. ഇത് വരണം. ഈ ബഹുമാനം വന്നാൽ ഓക്കെ, അത് സുന്നിയാണ്. ഈ ബഹുമാനം എന്ന് നശിക്കുന്നോ ബിദ്അത്തിന്റെ അഹ്ലുകാരനാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, ഇപ്പൊ തിരിച്ചു വരികയാണ്, വളരെ ശ്രദ്ധിക്കണേ. 1,24,000 അംബിയാ മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ക്ഷണിതാവായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. എന്താണ് അല്ലാഹു, ആരാണ് അല്ലാഹു, എന്താണ് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന്? അവരിങ്ങനെ നടക്കുകയാണ്, രാപകലില്ലാതെ അധ്വാനിച്ചു. റസൂലുകളും അംബിയാക്കളും അവർ ദീനിന്റെ പ്രബോധകരായി നിലകൊണ്ടു. എന്തിനു വേണ്ടിയാണ് ഇവരെ അല്ലാഹു അയച്ചത്? എന്തിനയച്ചത്? ജനങ്ങൾക്ക് ഹിദായത്ത് എത്തിക്കാൻ, സന്മാർഗത്തിന്റെ പാന്താവ് ജനങ്ങൾക്ക് തെളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇവരെ എത്തിച്ചത്. ഇവരെങ്ങനെ അയച്ചത്? 1,24,000 പേരാണ്, മനസ്സിലാക്കണം. മുത്തനബിയെ പോലെ അതിനു മുമ്പ് എത്ര പേരാൻ? 1,23,999 പേര് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാകുക. ഈ ലോകത്തേക്ക് അവരൊക്കെ വന്നു. അവസാനത്തെ പ്രവാചകനാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയെ കൊണ്ട് അതങ്ങ് സീൽ ചെയ്തു. ഖാതിമുൻ നബിയ്യനാണ്. പിന്നെ പ്രവാചകത്വമില്ല. പ്രവാചകത്വം വാദിക്കുന്നവർ കാഫിരീങ്ങളാണ്. അങ്ങനെ വാദിച്ച് കടന്നു വന്നു. സജാഹിനെ പോലെ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ പലരും കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ഈ 1,24,000 പേര് വന്നത് മുഴുവനും ഒരൊറ്റ ലക്ഷ്യത്തിന്റെ മേലാണ്. ജനങ്ങളെ സന്മാർഗം കാണിച്ചു കൊടുക്കുക, സന്മാർഗത്തിന് വേണ്ടി അലയുന്നവരെ നല്ല മാർഗം കാണിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഇവരൊക്കെ കഷ്ടപ്പെട്ടു. ഇവരെല്ലാവരും ഒരേ മാർഗത്തിൽ ഹിദായത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ നൽകി. ഓരോ പേർക്കും നൽകി, ഓരോരുത്തർക്കും വ്യത്യസ്തമായി കൊടുത്തു അല്ലേ. 4 ഗ്രന്ഥമാണ് മെയിനായിട്ട്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. ഈ 4 വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന 4 പ്രവാചകർക്ക് അല്ലാഹു കൊടുത്തു.
ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഇനി ലോകാവസാനം വരെ കടന്നു വരുന്നതായ സമൂഹത്തിന് സൽപാന്താവ് തെളിക്കുന്ന കാറ്റലോഗിന്റെ മാർഗദർശനമാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇനി വേറൊരു ഗ്രന്ഥം ഇവിടെ വരാനില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചത്, അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫതാവൽ ഹദീസിൽ 9-ാമത്തെ പേജിൽ കാണാം. 9-ാമത്തെ പേജിൽ ദർശിക്കാം. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടു പോയതാണല്ലോ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാമിനെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിൻ കീഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ പ്രബല പണ്ഡിതനാണ്. തുഹ്ഫത്തുൽ മുഹ്താദി എന്നുള്ള മിൻഹാജിന് വലിയ ശറഹ് എഴുതിയ വ്യക്തിയാണ്. 10 വാല്യങ്ങളുള്ള വലിയൊരു കിതാബാണ് തുഹ്ഫ. അതിന് ശറഹ് എഴുതിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂമി സുബ്ഹാനല്ലാഹ് റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ, വലിയ വലിയ മഹാനെന്നർത്ഥം. മക്കയിലെ മുദരിസായിരുന്നു ആര്? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. നമ്മൾ മങ്കൂസ് മൗലൂദ് ഓതാറുണ്ട് അല്ലേ? ഓതാറുണ്ടോ ഇല്ലയോ? ഓതാ കഴിക്കാൻ ഫുഡ് അടിക്കാൻ ഇതല്ലേ ഉള്ളൂ. ഓതാറുള്ളവരെന്ന് കൈ ഉയർത്തിക്ക്. ഓതിയിട്ടുള്ളവർ എന്താ ഓതിയിട്ടില്ല ഉസ്താദെ, കഴിച്ചിട്ടേ ഉള്ളൂ. അതിൽ സദസ്സിൽ പങ്കാളികളായിട്ടില്ലേ അല്ലേ? എത്ര പേരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ആ മങ്കൂസ് മൗലൂദ് രചിച്ചത് സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് വന്നപ്പോൾ മങ്കൂസ് മൗലൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ടുള്ള ഈ മങ്കൂസ് മൗലൂദ് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഉസ്താദ് അവറുകൾ ഒരു ദുആ എഴുതി കൊടുത്തു. ആ ദുആ ആണ് ഇന്ന് മങ്കൂസ് മൗലൂദിന്റെ അവസാനം നമ്മളൊക്കെ ദുആരക്കാറുള്ള ഒരു പ്രാർത്ഥന. ഏതാണത്? اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. دعاء പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പള്ളികളിൽ പോയി എല്ലാ റബീഉൽ ഇപ്പൊ റബീഉൽ വരെ ഈ മാസം ഏകദേശം 30-31 തുടങ്ങും. അപ്പൊ 1 മുതൽക്ക് 12 വരെ എല്ലാ പള്ളികളിലും സജീവമായിട്ട് മങ്കൂസ് മൗലൂദ് ഉണ്ടാവും. അതിന് പങ്കെടുത്തിട്ട് എല്ലാ ഉസ്താദുമാര് ദുആ രക്കും. ഈ ദുആ എല്ലാ പള്ളികളിലും ഉണ്ട്. വീടുകളിൽ ഒന്നവർ ഈ ദുആ രക്കും. ഈ ദുആ അറിയപ്പെടുന്നത് ദുആഉൽ ഹൈതമി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ ദുആ ആണ്? സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലൂദിന് ദുആ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തതാണ് ദുആഉൽ ഹൈതമി എന്നാണ് ഈ ദുആനെ അറിയപ്പെടുന്നത്. ആരുടെ ദുആ? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു റളിയല്ലാഹു വലിയ മഹാനാണ്. അപ്പോൾ മക്കയിലെ മുദരിസായിരുന്നു, വലിയ മഹാനാണ്. ഞാനിപ്പോൾ അത് വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നമ്മളെ സമയം പോകും, വിഷയത്തിൽ നിന്ന് തെന്നും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിച്ചു, നാളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിൽ വെള്ളമിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിൻ കീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആരുടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം ദഅവത്ത് നടത്തുക? കാരണം ഈസാ നബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവയിൽ കൊടുത്തത് കാണാം. അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം. അദ്ദേഹം പറഞ്ഞു, ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന ദഅവത്തനുസരിച്ചാണ്. നബി തങ്ങൾ ഏതൊക്കെ രീതിയിലാണോ മസലകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയവും ആദർശവുമായിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. പണ്ഡിതപക്ഷം അങ്ങനെയാണ്. അവസാന കാലഘട്ടത്തിൽ ഈസാ നബി കടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചുകൊണ്ട് പ്രബോധനം നടത്തും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശമാണ്. ആണ് ഞാൻ പറഞ്ഞത്. അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ, ആ പ്രവാചകന്റേതാകുന്ന വിശുദ്ധ ഖുർആൻ അലയൊലി കൊള്ളും. ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആനാണ് നമ്മുടെ ഗ്രന്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? തിരിയുന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. അൽഹംദുലില്ലാ, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ബക്കറ്റും ഇരിക്കാം. ശ്രദ്ധിച്ചോ, അതൊന്നിപ്പോൾ ഇല്ല, ഇച്ചിരി കൂടെ കഴിയട്ടെ. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഓക്കെയാണ്, പിന്നെ റെഡിയാവും. അതാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകർക്കാണ് ഏത് ഗ്രന്ഥം? വിശുദ്ധ ഖുർആൻ നബിക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بصورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. പരിശുദ്ധമായ ഖുർആൻ ആർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതില്ല. ഖുർആൻ തന്നെ ജനങ്ങളോടായി ചോദിക്കുകയാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫൗതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ, അതുപോലെയുള്ള ഒരു ആയത്തിനെ നിങ്ങൾ കൊണ്ടുവരണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനുമായി മക്കയിലെ മുശ്രിക്കുകളുടെ സമുദ്രത്തിലേക്ക്, മക്ക കുഫാറുകളുടെ ചാരത്തേക്ക് ഖുർആൻ ജിബ്രീൽ മുഖേന അവതരിച്ചതായ ഖുർആൻ, അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് കടന്നു വന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ റസൂലുള്ളാഹി ഓതി കൊടുക്കുമ്പോൾ അവഗണിച്ചതാകുന്നതായ സമൂഹത്തിന്റെ മുമ്പാകെ ഇതാ വീണ്ടും ഖുർആൻ അവതരിക്കുകയാണ്. നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്തതായ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ അതുപോലെയുള്ള ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ. നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ഇതുവരെ അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പല സൂക്തങ്ങളും കൊണ്ടുവന്നു പോയി, പക്ഷെ അതൊന്നും തന്നെ ശരിയായിട്ടില്ല. ഖുർആനുമായിട്ട് കിടപിടിക്കുന്നതല്ല. ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയിൽ, ഖുർആനിൻ്റെതാകുന്ന ആശയ സമ്പുഷ്ടതയിൽ അതെല്ലാം തോറ്റുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ഫസാഹത്തിൽ, ഖുർആനിന്റെ ബലാഗത്തിൽ അതൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് കാഫിരീങ്ങളാകുന്ന കവിതകളുടെ സമാഹാരങ്ങൾ കൊണ്ടുവന്നു. കവിതാ ലോകം നിലനിൽക്കുന്നതായ കാലഘട്ടം, ഒരുപാട് കാവ്യ സാമ്രാട്ടുകൾ നിലകൊട്ടുന്നതായ കാലഘട്ടം. അവരോടായ ഖുർആനിന്റെ വെല്ലുവിളിയാണ്. ഒരാൾക്ക് പോലും ഖുർആനിന് തത്തുല്യമായ ഒരു ചെറിയ ആയത്ത് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതല്ല എന്റെ വിഷയം. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ. ആർക്കാണ് ഈ ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്? അലാ അബ്ദിനാ. ആർക്കാണ്? നമ്മുടെ ദാസൻ. ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹി. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന സൂക്തം ഓതോ?
എവിടെ? ഫത്ഹുൽ മഈൻ മരിച്ചു നോക്കണം. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥം. 3 പ്രാവശ്യം ഓതണം എന്നാണ്. ഒന്ന് വെള്ളിയാഴ്ച രാവ്. ഇവിടെ ആരോടെ ഈ പറയുന്നത്? സുന്നികളോട്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് സുബഹി കഴിഞ്ഞ്, വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ്. രണ്ടാമത്തത് സൂറത്തുൽ കഹ്ഫ്. മൂന്നാമത്തത് ജുമഅക്ക് മുമ്പ്. പള്ളി കയറിയിട്ട് ജുമഅ നേരത്തെ കയറണമല്ലോ. കോഴിമുട്ട വാങ്ങാനല്ല കയറേണ്ടത്, ഒട്ടകത്തറുത്ത കൂലി കിട്ടണം. അതിനുവേണ്ടിയാണ് പോകേണ്ടത്. അതൊക്കെ കൂലി പറയുന്നിടത്താണ്. തിരിയുന്നവർക്ക് തിരിയും. നമ്മൾ അതിലേക്ക് കൂടുതൽ പോകണ്ട. കൂലി വിഭജിച്ചിട്ടുണ്ടല്ലോ. ആദ്യം പോകുന്ന സമയത്ത് പോകുന്നവന് ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി ഒട്ടകത്തെ അറുത്ത് അതിന് ദാനം ചെയ്ത കൂലി. ഓരോരുത്തർ ഘട്ടം ഘട്ടമായി വെച്ചു. അവസാനം പറഞ്ഞത് കോഴിമുട്ടയാണ്. നമ്മൾ ആ കോഴിമുട്ട വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അത് തന്നെ ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ വേറെ സബ്ജക്റ്റാണ്. നിസ്കാരമൊക്കെ നിങ്ങൾ വെച്ചോളി. ഇല്ല, യൂട്യൂബിലുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ നിസ്കാരത്തെ കുറിച്ച്. ഒന്ന് കേട്ടോളി. അള്ളാഹു നമുക്ക് ഇബാദത്തിലേക്ക് കണിശത നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണേ. സൂറത്തുൽ കഹ്ഫ് അങ്ങനെ 3 പ്രാവശ്യമാണ് ഓതുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്ത് എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ قيما لينذر بأسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. الحمد لله الذي أنزل على عبده الكتاب. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ റബ്ബാണ്, എങ്ങനത്തെ അല്ലാഹുവാണ്. അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവന്റെ ദാസന്റെ കൈവശം അവൻ വിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയവനാണ്. ശുദ്ധ ഖുർആനിനെ ആർക്കിറക്കി? അവന്റെ ദാസന്റെ കൈവശം. ആരാ ഈ ദാസൻ? മുഹമ്മദ് റസൂലുള്ളാഹി. അതെവിടെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്? അത് നേരിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ദാ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു ഇലൈക. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് തങ്ങൾക്ക് നാം നൽകുകയാണ്. അൻസൽനാഹു ഇലൈക, തങ്ങൾക്കാണ് ഈ വിശുദ്ധമായ ഖുർആനിനെ നാം നൽകിയിട്ടുള്ളത്. അൻസൽനാഹു ഇലൈക നേരിട്ട് പറയാൻ. നബിയെ തങ്ങൾക്കാണ് ഈ ഖുർആൻ നൽകിയിട്ടുള്ളത്. ഇത്രയും നേരം എന്ത് പറഞ്ഞു? ഒരു ഗോപ്യമാക്കി അടിമയ്ക്ക് കൊടുത്തു. അപ്പോൾ ചിലർ പറയും ഈ അടിമ നമ്മളാണ് എന്ന് പറയാൻ നീ നിൽക്കണ്ട. ഈ അടിമ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൻസൽനാഹു ഇലൈക, ഖുർആൻ നേരിട്ട് പറഞ്ഞു തങ്ങൾക്കാണ് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ശ്രദ്ധിക്കണേ. 1,24,000 പേരെ ഹിദായത്തിന് വേണ്ടി അള്ളാഹു ലോകത്തേക്ക് അയച്ചു. അതിൽ അവസാനത്തെ പ്രവാചകർക്ക് ഓരോരുത്തർക്കും ഗ്രന്ഥം കൊടുത്ത് നമ്മൾ പറഞ്ഞു. 4 വേദഗ്രന്ഥം, 100 ഏട്. ഇതൊക്കെ മർമ്മപ്രധാനമാണ്, ഓർമ്മയിൽ വെക്കേണ്ടതാണ്. അവസാനത്തെ പ്രവാചകൻ മുത്തുനബിയുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആൻ നൽകി. എന്തിനു കൊടുത്തു? ഹിദായത്തിന് വേണ്ടി കൊടുത്തതാണ്. എന്തിനാണ് പ്രവാചകന്റെ കൈകളിലേക്ക് കൊടുത്തത്? എന്തിനാ കൊടുത്തത്? ഈ ഖുർആൻ എന്നാ ഇതിന്റെ പ്രതി എടുത്തിട്ട് ഇങ്ങോട്ട് ഓരോരുത്തർക്ക് ഇട്ടു കൊടുക്കുക. പിടിച്ചോ, യാ അല്ലാഹ് ക്യാച്ച്. കൊടുത്തിട്ടില്ല. പിന്നെ ആരുടെ കയ്യിലേക്ക് കൊടുത്തു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്തിനു വേണ്ടി? ഒരു പ്രവാചകൻ മുഖേന ഈ ലോകത്ത് പരിവർത്തനമുണ്ടാവുകയുള്ളൂ. അമ്പിയാ മുർസലുകൾ അയച്ചതിന്റെ ലക്ഷ്യം അതാണ്. ഹിദായത്ത് ജനങ്ങൾക്ക് സിദ്ധിക്കണമെങ്കിൽ കേവലം ഒരു കിതാബ് ഓതിപ്പടിച്ചത് കൊണ്ട് അവർ ഹിദായത്ത് കിട്ടിക്കൂല. ഖുർആന്റെ പരിഭാഷ വായിച്ചത് കൊണ്ട് നന്നാവൂല. പക്ഷെ അത് ആരിൽ നിന്ന് കിട്ടണം? ഒരു യഥാർത്ഥ ഉലമായിൽ നിന്ന് പണ്ഡിതൻ അദ്ദേഹം അർത്ഥം വെച്ചു കൊടുക്കണം. അതിനർത്ഥം ഇങ്ങനെയാണ്, അതിന്റെ ആശയം എങ്ങനെയാണ്, ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരു ആലിമിന്റെ കീഴിൽ പഠിക്കുമ്പോഴേ അത് യഥാർത്ഥമായി ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ആർക്കാണ്? മുത്തുനബിയുടെ കൈകളിലേക്കാണ്.
എന്നിട്ട് ഖുർആൻ തന്നെ പറയാൻ أنزلناه إليك لتخرج الناس من الظلمات إلى النور لتخرج الناس من الظلمات إلى النور തങ്ങൾക്ക് നാം വിശുദ്ധമായ ഖുർആൻ നൽകിയത് തങ്ങൾ ജനങ്ങളെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് തെളിക്കാനാണ് മിനൽ-ളുലുമാതി ഇലൻ-നൂർ ഇരുട്ടിൽ നിന്ന് പ്രഭയുടെ കേന്ദ്രത്തിലേക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തങ്ങൾ വേണം ജനങ്ങളെ പുറപ്പെടുവിക്കാൻ. ജനങ്ങൾ ഇരുട്ടിൽ കടക്കാൻ, ഡാർക്ക് ഏജ് എന്ന യുഗമാണ്. ഇവിടെ നിന്ന് ജനങ്ങളെ ഇനി നല്ല കുന്തും ഖൈറ ഉമ്മ എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകണം. ഉത്തമ സമുദായം എന്ന് പറയുന്ന രൂപത്തിൽ തങ്ങൾ കൊണ്ടുപോകണം. അതാണ് തങ്ങളുടെ ജോലി. അതിന് തങ്ങളുടെ കയ്യിലേക്ക് നാം ഇത് നൽകി. ജനങ്ങളുടെ കൈക്കലേക്കല്ല അല്ലാഹു തആല ഖുർആന്റെ പ്രതി കൊടുത്തത്. വളരെ ശ്രദ്ധിക്കണം. ആരുടെ കയ്യിൽ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇറക്കിയത്. എന്തിന്? ലിയുഖ്രിജന്നാസ, ഖുർആൻ ജനങ്ങളെ നന്നാക്കുകയോ പുറപ്പെടുവിക്കാൻ എന്നല്ല പറഞ്ഞത്. ലിതുഖ്രിജന്നാസ, നബിയെ തങ്ങൾ ജനങ്ങളെ നന്നാക്കണം. മനസ്സിലായോ? ആണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കണം, ആയത്തുകൾ വളരെ ശ്രദ്ധിക്കണം. തങ്ങളാണ് ജനങ്ങളെ നന്നാക്കേണ്ടത്. അങ്ങനെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് അള്ളാഹുവിനോട് ദുആയിരുന്നത് എന്താ? ശ്രദ്ധിക്കണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. വഅഖദിനാ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈൽ അൻ തഹ്ഹിറാ ബൈതിയ ലിത്വായിഫീൻ വൽ ആകിഫീന വറുകഇസ് സുജൂദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറിടുകയാണ്. നീ തീർച്ചയായും പരിശുദ്ധമായ കഅബ പണിയണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബ ഇതാ പണിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ഇതാ തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള മനോഹരമായ ഖിബലയാണ്. ലോകത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്, കേന്ദ്ര ബിന്ദുവാണല്ലോ പരിശുദ്ധമായ കഅബ. ആ കഅബയുടെ പണി പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ കഅബ നീ എന്നോട് കരാറിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ മനോഹരമായി പണി പൂർത്തീകരിച്ചു. റബ്ബേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പൊന്നാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. ഇന്ന് നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മമാര് നിസ്കാര പായിലിരുന്നു കൊണ്ട്, മുസല്ലയിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ നാഥാ. ആരാണിത് പഠിപ്പിച്ചത് സഹോദര? ആരാണിത് പഠിപ്പിച്ചത് പെങ്ങളെ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളാണ് പഠിപ്പിച്ചത്. പരിശുദ്ധമായ കഅബ പണിതിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഈ കഅബ പണിയാൻ നീയാണ് കരാർ ചെയ്തത്, പൂർത്തീകരിച്ചിട്ടുണ്ട് റബ്ബേ. ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ നാഥാ.